Assalamualaikum. Hi friends, welcome back to our channel Ippoo's Gallery. അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് ബ്ലാക്ക് തണ്ടറിൽ കണ്ടോ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഇന്ന് പിടിയുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങളിത് വെക്കേഷന് പോയപ്പോഴത്തെ വീഡിയോ കേട്ടോ. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അത്ര ഡിലേ ആയത്. ബ്ലാക്ക് തണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? ഊട്ടി പോകുന്ന വഴിയാണ് കേട്ടോ ഇതുള്ളത്. ഞങ്ങൾ ഊട്ടിക്ക് പോണ വഴിയിൽ ഈ ബോർഡറൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണാത്തവർ വെച്ചാൽ ഒന്ന് കണ്ടു നോക്ക്. ഞങ്ങളുടെ ഓൾ ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിക്ക് കേട്ടോ. ഗൈസ് ഇച്ചാച്ചുൻ്റെ കോലം നോക്കൂ. ഗൈസ് ഇവിടുന്ന് കുറച്ച് പോയാൽ ബ്ലാക്ക് തണ്ടർ എത്തും കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾക്കൊക്കെ ദോശ മതി എന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. ഉമ്മച്ചിക്ക് മാത്രം ഭൂരി മതി എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഉമ്മച്ചിക്ക് 2 വട കിട്ടി കേട്ടോ. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പത്തിനും തീർന്നു പോയി. ഗൈസ് ഞങ്ങൾക്ക് ദോശ നേരം വൈകിട്ടാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് പിടി ആകെ ഛർദിച്ച് അവശായിക്കണം കേട്ടോ. ഇതിൻ്റെ കാരണം ഇനി നേരെ വീട്ടിലേക്ക് പോകണോ അതോ ബ്ലാക്ക് തണ്ടറിലേക്ക് പോകണമെന്ന് വേറെ ഞങ്ങൾ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ദോശം കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് ഉള്ളി ദോശ കേട്ടോ കൊടുന്നത്. പിരിയാച്ചാൽ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ട് പിരി കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചതൊക്കെ പിരി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഛർദിക്ക് തന്നെ ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ ബ്ലാക്ക് തണ്ടറിലേക്ക് പോകുമ്പോൾ വണ്ടി കയറി കേട്ടോ. ഗൈസ് ഞങ്ങൾ ബ്ലാക്ക് തണ്ടറിലേക്ക് എത്തിക്കണം കേട്ടോ. ഇതാണ് കേട്ടോ ബ്ലാക്ക് തണ്ടർ. ഇവിടെ നല്ല തിരക്കാട്ടോ. ഇന്ന് സൺഡേ ആയ കാരണം കേട്ടോ ഇത്രക്കും തിരക്ക്. ഞങ്ങളുടെ കാർ ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയത്. ഞങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ടാട്ടോ പോയത്. അതുകൊണ്ട് ആ വെയിലത്ത് നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളിയിരുന്നു കേട്ടോ. കണ്ടില്ലേ ഗൈസ് ഇവിടുത്തെ തിരക്ക്. 9:30 മുതലാണ് ഇവിടുത്തെ ടൈം വരുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9 മണിയൊക്കെ കഴിക്കണം കേട്ടോ. ആ സമയത്തുള്ള തിരക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഉപ്പച്ച് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ലൈനപ്പായി നിൽക്കുമ്പോൾ ഞങ്ങൾ ഫോണുമ്മടാനുള്ള കവർ വാങ്ങിക്കായിരുന്നു കേട്ടോ. ഈ കവറിന് ഒരെണ്ണത്തിന് 100 രൂപയാണ് കേട്ടോ. നമുക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ധൈര്യമായിട്ട് ഇതിൽ ഫോൺ വെക്കാം കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായ കാരണമാണ് കേട്ടോ 2 എണ്ണം വാങ്ങിച്ചത്. ഒന്നിൽ ഉമ്മച്ചിൻ്റെ ഒന്നിൽ ഇപ്പച്ചിൻ്റെ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ കഴുത്തിലിട്ട് നടന്നു. പിടി അപ്പോഴും കുഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നിൻ്റെ അപ്പത്തെ കോലം കണ്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ പാവം തോന്നുന്നു കേട്ടോ ഗൈസ്. ഇച്ചാച്ചൊക്കെ ഇവിടെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോഴാ ഗൈസ് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കുട്ടികൾക്ക് 840 വലിയവർക്ക് 990. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലൈനപ്പായി നിൽക്കുക കേട്ടോ. ഇവിടെ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആകെ ത്രില്ലടിക്കായിരുന്നു കേട്ടോ. ഫസ്റ്റിന് ഞങ്ങൾ എക്കോറത്തിക്കാട്ടോ കയറിയത്. എക്കോറത്തി കയറിയപ്പോൾ എനിക്കധികം എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ചെറിയ എക്കോറത്തിയുള്ള സംഭവങ്ങൾ തന്നെ ഉള്ളു കേട്ടോ. ഈ എക്കോറത്തിൽ നിന്ന് ഞങ്ങൾ അധികം വീഡിയോസ് എടുക്കാണ്ടിരിക്കാൻ കാരണം ഞാൻ അതിനെക്കാട്ടും വലിയ എക്കോറിയം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇവിടുത്തെ അത് അത്ര കണ്ട് തോന്നിയിട്ടില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യസ് ലാർജസ്റ്റ് എക്കോറിയം നമ്മൾ മുന്നേ പോയത് ഓർമ്മയില്ലേ? അത് കാണാത്തവർക്കായി പറഞ്ഞു തരാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കോറിയം വരുന്നത് നമ്മുടെ ചാവക്കാടാട്ടോ. നമ്മുടെ സ്വന്തം നാടായ ചാവക്കാട്. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് സ്വിമ്മിങ് പൂളിലേക്ക് എത്തിക്കണം കേട്ടോ. ഇതാ ഞാനും പിരിച്ചാച്ചും ഒക്കെ കൂടിയിട്ട് വെള്ളത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ.
വീഡിയോ കാണുന്നിടയിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ. ഗൈസ് ഇച്ചാച്ചത് സ്ലൈഡിൽ കൂടെ നിറങ്ങാൻ പോവാണ് കേട്ടോ. ആ സമയത്താണ് കേട്ടോ വെള്ളം അങ്ങനെ തൂക്കി വന്നത്. ഇച്ചാച്ചവൻ്റെ കഴിഞ്ഞ് ഇനിത് അടുത്തത് പിതിൻ്റെ ഊഴാട്ടോ. ഗൈസ് പിതിൻ്റെതും കഴിഞ്ഞ് ഇനി ഞാനാണ് കേട്ടോ. ഗൈസ് ഈ പാർക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഇനി അധികം പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഗൈസ് നിങ്ങൾ ഈ ഭാഗം ഒന്ന് കണ്ടു നോക്ക്. വെള്ളത്തിൽ പോവാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇച്ചാച്ചൻ്റെ പിതി വലിച്ചുകൊണ്ടാണ്. ചെറിയൊരു മ്യൂസിക്കും കേട്ട് ആസ്വദിച്ച് കണ്ടോളി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കണേ. ഗൈസ് നിങ്ങളിത് കണ്ടോ? ഞങ്ങളുടെ ഇന്നത്തെ ഡ്രസ് കോഡ് ബ്ലൂ കളറാണ് കേട്ടോ. ഞാനും ഇച്ചാച്ചും പിരിയും ഉപ്പച്ചും ആയിരുന്നു കേട്ടോ ബ്ലൂ. ഉമ്മച്ചി മാത്രമായിരുന്നു കേട്ടോ വേറെ കളറ്. ഈ 3 സ്ലൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബ്ലൂ കളർ സ്ലൈഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഉമ്മച്ചി പറഞ്ഞത്. ഉമ്മച്ചിക്ക് ആകെ പേടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ടാട്ടോ ഉമ്മച്ചി പോയത്. അപ്പോൾ ഗൈസ് ഉമ്മച്ചിൻ്റെ മേതുക്ക് ആ ചായയിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതാ ഉമ്മച്ചി കുറേ നേരം അവിടെ പേടിച്ച് നിൽക്കുക കേട്ടോ. അടുത്തത് ഞങ്ങൾ ഈ സ്ലൈഡിലാണ് കേട്ടോ കയറിയത്. ഇതിൽ കയറാൻ എനിക്കും ഇച്ചാച്ചക്കൊക്കെ പേടിയായിരുന്നു കേട്ടാ. ഇച്ചാച്ച ഇറങ്ങാണ്ട് അവിടുത്തെ ഒരു ആൻറ്റി ഇച്ചാച്ചനെ ഇരുത്തിയിട്ട് തള്ളിയിടുക കേട്ടോ ചെയ്തത്. അടുത്തത് ഇപ്പച്ചാണ് കേട്ടോ സ്ലൈഡിൽ കയറാൻ പോണത്. ഇവിടെ ക്യൂ നിന്ന് കുറേ കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഈ ഷീറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇതാ അപ്പച്ചി കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ.
എല്ലാവരും പാട്ട് കേട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല കേട്ടോ. ഇതിവിടെയുള്ള മൊത്തത്തിലുള്ള മാപ്പാട്ടോ. ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് കാണിച്ചാലും പോവാം. ഈ മാപ്പിലോണ്ട് നമുക്ക് ഏത് റേണ്ട് കാണിച്ചാലും കണ്ടുപിടിക്കാൻ ഈസിയാണ് കേട്ടോ. ഇത് നമ്മൾ കയറുന്ന പാട് കാണുന്ന മാപ്പാട്ടോ. ആ സമയത്ത് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റൊക്കെ ഫോട്ടോ കൊടുത്തുട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു കുറേശ്ശൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വെള്ളത്തിന് ഇറങ്ങിയപ്പോഴൊക്കെ പിരിക്ക് കുറച്ചൊക്കെ ഉഷാറാണ്. ഇപ്പോഴത്തെ അപ്പച്ചി ജ്യൂസ് വെച്ചോ എന്തോ വാങ്ങിച്ചിട്ട് വരും കേട്ടോ. ഇപ്പോൾ കടലിലത്തെ പോലെ തിരുമാല വരുന്ന സമയം കേട്ടോ. 11:30 to 12 ആട്ടോ ഈ പൂളിൻ്റെ ടൈം. വെയ്പൂളിനാട്ടോ ഇതിൻ്റെ പേര്. ഈ സമയമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ. നല്ല രസമാണ്. നല്ല കടൽ കാണാൻ പോലെ കേട്ടോ. ഇനി നിങ്ങൾ ഈ പൂൾ വൈബ് ഒന്ന് ആസ്വദിച്ച് നോക്കൂ. അങ്ങനെ ഞങ്ങൾ വെയ്പൂളിൽ നിന്ന് പോയിട്ട് വേറെ പൂളിലേക്ക് പോയിട്ടോ. വെള്ളത്തിനൊക്കെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഫുഡ് വാങ്ങിക്കാൻ പോയത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് റൈസൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ആകെ ബേൽപൂരിൻ്റെ ഭാഗത്ത് മാത്രമേ തിരക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങിച്ചു. പറയാണ്ടിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ റൈഡുകളിലൊക്കെ കയറാൻ പോയിട്ടോ.
വഞ്ചിയാണ് കേട്ടോ. ഇതിൽ എനിക്ക് കയറാൻ നല്ല പേടിയായിരുന്നു കേട്ടോ ഗൈസ്. ഉപ്പച്ചി നിർബന്ധിച്ചിട്ടാട്ടോ ഞാൻ കയറിയത്. ഇച്ചാച്ചക്ക് കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇച്ചാച്ചൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അതിൽ കയറ്റാറില്ല. പിന്നെ പിതിക്ക് രാവിലെ തന്നെ ഛർദിയൊക്കെ ആയ കാരണം പിതി കയറാൻ കൂട്ടാക്കിയില്ല. പിതി ഇച്ചാച്ച അതുകൊണ്ട് താഴെ നിന്ന്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ചെറുതൊക്കെ കേൾക്കാട്ടോ നിങ്ങൾക്ക്. അവിടുത്തെ ചീറലിൻ്റെ കൂടെ ഇവിടെ ഒരു കരച്ചിലും കൂടിയും കേട്ടില്ലേ? അത് ഇച്ചാച്ചിൻ്റെ കരച്ചിലാട്ടോ. അപ്പതാ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അല്ല, ആകെ തല ചുറ്റിയായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഞങ്ങൾ കുറേ വേറെ റൈഡുകളിലൊക്കെ കയറിയിട്ടാ. പക്ഷെ ഇച്ചാച്ചക്ക് അപ്പോഴും വഞ്ചിയിൽ കയറണമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഫോണിൽ ചാർജ് കുറവായിരുന്ന കാരണം ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടിയിലുണ്ടായിരുന്ന പവർ ബാങ്ക്, പക്ഷെ വണ്ടിക്ക് വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഗൈസ്, ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ടൈം അറിയണ്ടായിരുന്നില്ല. ഇതിൻ്റെ ടൈം രാവിലെ അതുവഴി പോകുമ്പോൾ വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സ്വിച്ച് ഓഫ് ആവുന്ന അറിയണ കാരണം തന്നെ വൈൻഡപ്പ് വീഡിയോ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലൊരു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ കയറി കേട്ടോ. ആകെ പേടി കേട്ടോ. അവിടെ ഭൂതങ്ങളൊക്കെ കഴിച്ചേക്ക. കറണ്ട് പോയി. വേദർന്നോ കൈ പിടിച്ചാർന്നോ